ഇന്ത്യയോടടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി 2019 ഓഗസ്റ്റ് മുതൽ നിർത്തിവെച്ച വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദാറാണ് ഇക്കാര്യം പരിഗണിക്കുന്ന കാര്യം സൂചിപ്പിച്ചത്. കടക്കണിയിൽ വലയുന്നതിനിടെ സാമ്പത്തിക സഹായം ലക്ഷ്യമിട്ടാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ പാക് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കണമെന്ന് പാക് വ്യവസായികൾ ആഗ്രഹിക്കുന്നുവെന്ന് ദാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതിനാൽ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകൾ പുനരാരംഭിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. ബ്രസൽസിൽ നടന്ന ആണവോർജ ഉച്ചകോടിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഭാരതവും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ക്ഷയിച്ചത്. നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഇന്ത്യക്കാണെന്ന് പാകിസ്ഥാൻ സ്ഥിരമായി വാദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യക്ക് മുന്നിൽ പാക് മുട്ടുമടക്കിയിരിക്കുന്നത്. ഭീകരതയ്ക്ക് വിത്തുപാകുന്ന പാകിസ്ഥാനെ ഇന്ത്യയെന്നും അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിരുന്നത്. പാകിസ്ഥാനുമായി അയൽപക്ക ബന്ധം മാത്രമാണ് വേണ്ടതെന്നും ഭീകരതയും ശത്രുതയും ഇല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉത്തരവാദിത്തം പാകിസ്ഥാന് തന്നെയാണെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇന്ത്യ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.